ഇസ്രായേലിന്റെ ഇന്ത്യൻ ഭൂപടത്തിൽ കാശ്മീർ ഇല്ല. എന്നാൽ പാകിസ്ഥാന്റെ ഭൂപടത്തിൽ കാശ്മീർ ഉണ്ട് താനും. ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് ആർക്കും താങ്ങാനാകുമായിരുന്നില്ല ഇസ്രായേലിന് പറ്റിയ ഭൂപടത്തിലെ ഈ പിഴവ്. ജമ്മു കാശ്മീർ ഇല്ല എങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ. എന്നാൽ അതിനെ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിച്ചതിനെ എതിരെയാണ് ഒരുപാട് ഇന്ത്യക്കാർ പ്രതികരിച്ചത്. പാകിസ്ഥാന്റെ ഭാഗമായി ജമ്മു കാശ്മീരിനെ ചിത്രീകരിച്ച് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭൂപടം ഇസ്രായേൽ ഒടുവിൽ നീക്കം ചെയ്യുകയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ ഭൂപടം നീക്കം ചെയ്തത്. എഡിറ്ററുടെ പിഴവ് മൂലമാണ് ഭൂപടം തെറ്റായി പ്രസിദ്ധീകരിച്ചത് എന്ന് ഇസ്രായേൽ അംബാസഡർ റൂവൻ അസർ വ്യക്തമാക്കുകയും ചെയ്തു. വെബ്സൈറ്റ് എഡിറ്ററുടെ തെറ്റാണ്, ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി, നീക്കം ചെയ്തു. ഈ പ്രശ്നം ആദ്യം ചൂണ്ടിക്കാട്ടിയത് ഒരു ഉപഭോക്താവാണ്. അദ്ദേഹത്തിനുള്ള മറുപടിയായിട്ടാണ് അസർ എക്സിൽ ഇത് പോസ്റ്റ് ചെയ്തത്. ഇന്ത്യ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു, എന്നാൽ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇന്ത്യയുടെ ഭൂപടം ജമ്മു കാശ്മീർ ഭാഗം നോക്കുക, ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ അഭിജിത് ചൗദ എന്ന ഒരു ഉപയോക്താവ് എക്സിൽ കുറിച്ചത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിനെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. നേരത്തെയും ഇന്ത്യൻ ഭൂപടം ഇത്തരത്തിൽ തെറ്റായി പ്രസിദ്ധീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2021 ജമ്മു കാശ്മീരും ലഡാക്കും ഇല്ലാതെ ഇന്ത്യയുടെ ഭൂപടം തെറ്റായി നൽകിയതിന് പ്രമുഖ സമൂഹ മാധ്യമമായ എക്സിനെതിരെ തന്നെ കേസെടുത്തിരുന്നു. ബജ്രംഗ് ദൾ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സ് MD മനീഷ് മഹേശ്വരിക്കെതിരെ UP പോലീസ് അന്ന് കേസെടുത്തത്. ആ സംഭവം വിവാദമായതിനെ തുടർന്ന് പേജിൽ നിന്ന് വിവാദ ഭൂപടം എക്സ് തന്നെ പിൻവലിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഭൂപടം തെറ്റായി നൽകിയതിനെതിരെ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് നീങ്ങും എന്ന സൂചനകൾ വന്നതോടെയാണ് എക്സ് തന്നെ ഭൂപടം നീക്കിയത്. എക്സ് പേജിൽ നൽകിയിരുന്ന ഭൂപടം അനുസരിച്ച് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, ലഡാക്ക് ഇന്ത്യയുടെ ഭാഗമല്ല, ഇത്തരത്തിലൊരു വിവാദ ഭൂപടമായിരുന്നു അത്. ലോകാരോഗ്യ സംഘടനയും വെബ്സൈറ്റിൽ ഇന്ത്യയുടെ ഭൂപടം തെറ്റായി കാണിച്ച സംഭവം ഇതിനു മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ വിമർശനത്തെ തുടർന്ന് പിന്നീട് ഈ മാപ്പ് WHO നീക്കം ചെയ്യുകയായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ടിന്റെ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം ചിത്രീകരിച്ചതും ഒരിക്കൽ വിവാദമായി. ജമ്മു കാശ്മീരിൽ നിന്ന് പാക് അധീന കാശ്മീരിന്റെയും ലഡാക്കിന്റെയും ചില ഭാഗങ്ങൾ ഭൂപടത്തിൽ ഇല്ലാത്തതാണ് വിവാദമായത്. എക്സൈസ് ഇൻ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ പ്രദേശം ഒരു പ്രത്യേക മേഖലയായി ചിത്രീകരിക്കുകയും പാക് അധീന കാശ്മീർ അത് പാകിസ്ഥാന്റെ ഭാഗമാക്കിയുമാണ് ഭൂപടം പ്രസിദ്ധീകരിച്ചത്. നേരത്തെ ചൈനയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ചൈന സ്വന്തം ഭൂപടം പ്രസിദ്ധീകരിച്ചതും വിവാദമായിരുന്നു. ചൈനയുടെ പ്രകൃതി വിഭവ മന്ത്രാലയമാണ് ഭൂപടം പുറത്തിറക്കിയത്. ആ ഭൂപടത്തിൽ ദക്ഷിണ ടിബറ്റ് എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന അരുണാചൽ പ്രദേശ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ പിടിച്ചെടുത്ത അക്സൈ ചിൻ ഇത് തങ്ങളുടെ പ്രദേശമാണ് എന്നാണ് ചൈന ഈ ഭൂപടത്തിലൂടെ അവകാശപ്പെട്ടത്. പാകിസ്ഥാനും ഇത്തരത്തിൽ വിവാദ ഭൂപടം പുറത്തിറക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി 1 വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിലായിരുന്നു പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കം. ജമ്മു കാശ്മീരും ലഡാക്കും ഗുജറാത്തിലെ ജുനഗഡും ഉൾപ്പെടുത്തിയ പാകിസ്ഥാന്റെ പുതിയ ഭൂപടം അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് പ്രകാശനം ചെയ്തത്. പുതിയ ഭൂപടം പാകിസ്ഥാനിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെ, വിശ്വാസങ്ങളെ ഒക്കെ അംഗീകരിക്കുന്നതും ജനങ്ങളുടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾക്ക് അംഗീകാരം നൽകുന്നതുമാകുന്നു എന്നായിരുന്നു അന്ന് ഇമ്രാൻഖാൻ നടത്തിയ പ്രതികരണം. നേരത്തെ ഇന്ത്യയുടെ ഭൂപ്രദേശം ഉൾപ്പെടുത്തി നേപ്പാളും ഇത്തരത്തിലൊരു വിവാദ ഭൂപടം പുറത്തിറക്കിയിരുന്നു. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യം, ചൈനയെ പോലുള്ള ഒരു രാജ്യം, അവരൊക്കെ ഇന്ത്യയുടെ വിവാദ ഭൂപടം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച്, പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വാർത്തകൾ പുറത്തു വന്നാൽ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല, അങ്ങനെ തന്നെ സംഭവിക്കൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനെതിരെ നമുക്ക് പ്രതികരിക്കുകയും ചെയ്യാം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന്. എന്നാൽ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന്, അതും ഇത്തരം സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് വളരെയധികം സപ്പോർട്ടും പിന്തുണയുമായി ഇന്ത്യ കൂടെ നിൽക്കുമ്പോൾ എന്തിനാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു പിഴവ് വരുത്തിയത് എന്നത് ഓരോ ഇന്ത്യക്കാരനും പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഒരു ഉപയോക്താവ് അത്തരത്തിലൊരു സംഭവം ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് തങ്ങളുടെ പിഴവാണ്, തങ്ങളുടെ വെബ് പേജിന്റെ എഡിറ്ററുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവാണ് എന്ന് മനസ്സിലാക്കി ആ പിഴവ് ഇസ്രായേൽ നീക്കം ചെയ്തതും നമുക്ക് അംഗീകരിക്കുക തന്നെ ചെയ്യാം. ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും ഭൂപടം വികലമായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ തെറ്റായി ചിത്രീകരിക്കാൻ ഒരു രാജ്യവും ശ്രമിക്കരുത്. അല്ലെങ്കിൽ അത്തരം ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്ന അവസരങ്ങളിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം എന്നതുകൂടിയാണ് ഈ അവസരത്തിൽ ഒന്നുകൂടി വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.